നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോട് അവർക്കുള്ള സ്നേഹം സത്യമാണോ? പാസ്റ്റിലെ എനർജി നോക്കുന്നുണ്ട്. സത്യമായിരുന്നോ? നിങ്ങളോട് പാസ്റ്റിൽ കാണിച്ചിരുന്നത് സത്യമായിരുന്നോ? ഇപ്പോൾ നിങ്ങൾക്ക് കറൻറ്റിൽ നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ എന്നുള്ളൊരു എനർജിയാണ് നോക്കുന്നത്. കൂടാതെ അവർ എന്താണ് ഹൈഡ് ചെയ്യുന്നത്, നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്ന എനർജി കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു പക്ഷേ പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, തേർഡ് സിറ്റുവേഷൻസുകൾ, അവരുടെ ജീവിതത്തിൽ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ 3 പ്രാവശ്യം ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞ് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ അഫർമേഷൻസായിട്ട് കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. 100% ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എപ്പോഴും നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അത് മാത്രമേ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എപ്പോഴും ശ്രദ്ധിക്കുക. ആഗ്രഹങ്ങൾക്ക് ഒരു വാല്യൂ കൽപ്പിക്കുക. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത്, നിങ്ങളുടെ ബന്ധത്തിൽ ഏത് രീതിയിൽ മാറ്റം വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷനെ എത്തിക്കാൻ നിങ്ങളത് എവറി ടൈം ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക, അഫർമേഷൻസ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. 100% മാറ്റങ്ങൾ വരും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, ഡിവൈൻ എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കി നല്ലൊരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്കേജ് വരുത്തുന്ന ബന്ധങ്ങൾ, ബ്ലോക്കേജ് വരുത്തുന്ന വ്യക്തികൾ, സിറ്റുവേഷൻസുകൾ, ഇതിനെല്ലാം പരിഹാരം കണ്ട് കണക്റ്റ് ചെയ്ത് കടന്നു പോകാൻ പറ്റും ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളെ റീഡിങ്സും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വിശ്വാസമാണ് ടാറോ റീഡിങ്സ് എന്നല്ല, ഏത് കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു വിശ്വാസമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എന്നുകൂടി മനസ്സിലാക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, നമ്മൾ നോക്കാൻ പോകുന്ന എനർജി, നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളോടിപ്പോൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥത സത്യമാണോ എന്ന് ചോദിക്കുന്ന എനർജിയാണ്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് വന്ന് നിൽക്കുന്നത്. അവർക്കൊരു നിരാശ എനർജിയാണ് കേട്ടോ. ഒരു പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് എല്ലാത്തിനോടും ഒരു മടുപ്പ് തോന്നുന്ന ഒരു സിറ്റുവേഷൻസ്, ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പക്ഷേ അവരുടെ എന്തൊക്കെയോ ഒരു പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ അവരിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു. അവർക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നിന്ന് ചില ട്രോമയാവാം, അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസുകളോ വ്യക്തിബന്ധങ്ങളിൽ സംഭവിച്ചത് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവരെ വല്ലാതെ അലട്ടുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഇമോഷൻസ് ഇല്ല കറൻറ്റിൽ അവരിൽ കേട്ടോ. ഒരു രീതിയിലും അവർക്ക് ഇമോഷണൽ കണക്ഷൻസ് വരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവരുടെ ലൈഫിൽ അവർക്ക് എവിടേക്കോ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ സംഭവിച്ച ചില വീഴ്ചകൾ, ശരിക്കും അവരൊരു ശൂന്യതയിലാണ് ഇപ്പോൾ കറൻറ്റിൽ നിൽക്കുന്നത്. അവർക്ക് യാതൊരു രീതിയിലും ഇമോഷണൽ എനർജി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കറൻറ്റിൽ നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തിയാണെങ്കിലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിരാശയാണ് കേട്ടോ. കാരണം ആ ഒരു വ്യക്തി എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. ചിലപ്പോൾ അവർ ചെയ്ത ചില കാര്യങ്ങളിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നു. ചില സിറ്റുവേഷൻസ് നോക്കുമ്പോൾ അവരൊരു വല്ലാത്തൊരു ബലഹീനത, അതായത് ഒരു നിസ്സഹായതയിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറൻറ്റിൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരുവിധ ഇമോഷൻസും ഇല്ല. ഒരു പക്ഷേ അവരൊരു ജഡ്ജ്മെൻറ്റ് നേരിട്ടിട്ടുണ്ടാവാം. അവർ ചില സ്ഥലങ്ങളിൽ വെല്ലുവിളികൾ നടത്തിയതിൻ്റെ ഫലമായിട്ടും, അല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം
അവർ ചീറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ ആത്മവിശ്വാസം അവരെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതയാത്രയിൽ അവർ പല സ്ഥലത്തും വിശ്വാസത്തോടു കൂടി ഉറച്ചു നിന്ന് അല്ലെങ്കിൽ ചേർത്ത് നിർത്തിയ പലയിടത്തു നിന്നും അവർക്ക് തെറ്റാകുന്ന രീതിയിലുള്ള, അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ജഡ്ജ്മെൻറ്റിങ്, ഒരു ബാഡ് ജഡ്ജ്മെൻറ്റ് എനർജി നേരിടേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹിച്ച പലയിടത്തും അവർക്ക് താങ്ങാൻ പറ്റാത്തതിൽ കൂടുതൽ പ്രോബ്ലംസിനെ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസുമാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ അവർക്ക് ഇപ്പം ഒരു പെയിൻ എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു പക്ഷെ ഒന്നിലധികം ബന്ധങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ടാവാം. ഒന്നിലധികം വ്യക്തികളിൽ നിന്നും ഇമോഷണൽ പരമാകുന്ന ചീറ്റിംഗ് അവർ നേരിട്ടിട്ടുണ്ടാവാം. അവർ പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവർ പുറത്താക്കപ്പെടുക, അവഗണിക്കപ്പെടുക, ഇതെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നതിനെക്കുറിച്ചുള്ള ഒരു ട്രോമ എനർജിയിലാണ്. ശരിക്കും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഹീലിംഗ് എനർജിയാണ് അത്യാവശ്യം. ഹീലിംഗ് പ്രോസസ്സിങ് അവരിൽ അത്യാവശ്യമാണ്. കാരണം അവരൊരു ഡിപ്രഷൻ മൈൻഡിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാതെ ഒരു മടുപ്പ്, വെറുപ്പ്, എല്ലാത്തിനോടും ഒരു നിസ്സംശയം, ഒരു സംശയദൃഷ്ടിയോടുകൂടി അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നു. അവരിലേക്ക് ചെല്ലുന്ന എല്ലാ കാര്യങ്ങളെയും അവർ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു തളർന്നു പോയി, അവർ തോറ്റുപോയി എന്നവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവരുടെ വെൽത്ത്, അതുപോലെ റിലേഷൻഷിപ്പുകൾ, അവർ വിശ്വസിച്ച് നിന്ന പലയിടങ്ങളിലും അവർ തോറ്റുപോയി എന്നുള്ളത് അവരിപ്പം വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ സ്വപ്നങ്ങൾ ദ എംബറസ് എനർജിയാണ്. അവർ പുതിയ പല കാര്യങ്ങളും ചെയ്യണം, പുതിയ ചില സിറ്റുവേഷൻസിലേക്ക്, അബണ്ടൻസിലേക്ക് ഉയരണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ അവരിലുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വലിയ ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ഒക്കെ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. അപവാദം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ചെയ്യാത്ത തെറ്റിന് ചില സ്ഥലങ്ങളിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി. അതെല്ലാം അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. അവർ നേരിടേണ്ടി വന്ന പല ഇൻസിഡൻറ്റും അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും സ്നേഹത്തിൻ്റെ പേരിലും സാമ്പത്തികപരമായ പേരിലുമെല്ലാം അവർ ചൂഷണം ചെയ്യപ്പെടുകയും അവർക്കത് ഹെൽത്ത് ഇഷ്യൂയിലേക്ക്, അവരുടെ ജീവിതത്തിൽ ഒരു വീഴ്ചയിലേക്ക് അവർ ചെന്നുപെടുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്തൊരു പവർ ലോസിങ് എനർജിയാണ് അവരെ സംബന്ധിച്ച്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നിങ്ങളോടൊപ്പം കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ ഉള്ളിലെ പല കാര്യങ്ങളും അവർക്ക് ആരോടും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിലേക്ക് പോയ വ്യക്തിയാണെങ്കിലും ശരിക്കും വല്ലാത്തൊരു വീർപ്പുമുട്ടൽ എനർജിയിലാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കാത്ത പലതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന പേഴ്സണാണ്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും അവർ വിട്ടുപോയതുപോലും അവർക്ക് ഒരു ട്രോമ എനർജിയെ ബേസ് ചെയ്താവാം, മറ്റെവിടെന്നെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ള ചില സിറ്റുവേഷൻസുകളെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇരയാക്കപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത്. അവരെ മുതലെടുത്ത വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്, അവരെ മിസ്യൂസ് ചെയ്ത വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട്. ശരിക്കും മറ്റാർക്കൊക്കെ ഒരു അഡിക്ഷനായി അല്ലെങ്കിൽ ആരുടെയൊക്കെ ഒരു സമയം പോക്കായി തീർന്ന സാഹചര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിലൂടെ അവർ കണക്റ്റ് ചെയ്യേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം, പാസ്റ്റിലേക്ക് തിരിച്ചു പോരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം പോലും അവർക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടമാണ്, മടുപ്പാണ്, വെറുപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ എപ്പോഴും പാസ്റ്റിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും അവർ ചിന്തിച്ച് അതിലവർ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ അതിലവർക്കൊരു സമാധാനമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന എനർജിയാണ്. ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. കൺഫ്യൂസ്ഡ് ആണ് അവരോട് തന്നെ അവരെക്കുറിച്ച് തന്നെ അവർക്കൊരു കറക്റ്റായൊരു ധാരണയില്ല. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. കാരണം അവരുടെ ലൈഫിൽ അവർക്ക് ബന്ധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശ സമയം, ശനിദശ എനർജിയൊക്കെ അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് പിടികൂടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മോശം ദശാസന്ധിയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും പ്ലസ് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ചിന്ത,
ചിന്തകളിൽ വന്നിരിക്കുന്ന നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകൾ, അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥ, എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടലുകളും അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ, ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ചിലതിലേക്കൊക്കെ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് എത്തിപ്പെടണമെന്ന്. അവർക്ക് അവരുടേതാകുന്ന ഒരു സെൽഫിഷ് എനർജി, സെൽഫ് പ്രൗഡ് എനർജിയിലൊക്കെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അവർക്ക് ബ്ലൈൻഡ് എനർജിയാണ്. ഒരു ഉറച്ച തീരുമാനമില്ല. കാരണം അവർ ആ ഒരു കാര്യത്തിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണേലും അവരുടെ ജീവിതത്തിൽ ആരുമൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്ത് പോകേണ്ടത് എന്നുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ അവർക്കൊരു ധാരണയില്ല. അവിടെ ഒരു ചൈൽഡിഷ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന, ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുക എന്നതൊരു ചൈൽഡിഷ് എനർജീനെ ബേസ് ചെയ്താണ്. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവരുടെ മനസ്സിനകത്ത് ഒരു ശൂന്യതയാണ്, ഡാർക്ക് എനർജിയാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ശരിക്കും അവർ ആ ഒരു ട്രോമ എനർജിയിലാണ്. അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല കാര്യങ്ങളെയും എപ്പോഴും റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും റിപ്പീറ്റ് അവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു നെഗറ്റീവ് തോട്ട്സിലേക്കും ഒരു ഡിപ്രഷൻ, ആൻസൈറ്റിയിലേക്കൊക്കെ അവരെ വഴി മാറ്റി വിടുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഭയങ്കരമാകുന്ന വീഴ്ചകളാണ് കേട്ടോ അവരുടെ കൂടെ ചെന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തി ബന്ധങ്ങളിലും അവർക്ക് നേരിടേണ്ടി വന്നേക്കുന്നത്. ഒരു പക്ഷേ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കൊണ്ടുപോയൊരു ബന്ധം നിങ്ങളോടൊത്തുള്ളതുമാവാം. അതിൽ പോലും ശക്തമാകുന്ന തകർച്ച അല്ലെങ്കിൽ വീഴ്ച അവർക്ക് നേരിടേണ്ടി വന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മജീഷ്യൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിരാശയാണ്, ഒരു ഒരു നഷ്ടബോധമാണ്, ഒരു ചെറിയ മരണതുല്യമായ നിസ്സഹായതയോടുകൂടി പൂർണ്ണമായും ഒന്നും തിരിച്ചു പിടിക്കാൻ ഈ ഒരു വ്യക്തിക്ക് ഇനി സാധിക്കില്ല എന്നുള്ളൊരു ഫീലിങ്സിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു മിറാക്കിൾ സംഭവിക്കണം അവരുടെ ലൈഫിൽ. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവണമെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു മിറാക്കിൾ ഡിവൈനിൽ നിന്നും അവർക്ക് ലഭിക്കണം. അത്രത്തോളം ദുസ്സഹമായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ നഷ്ടങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ട്രോമയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട റൈറ്റ് ഹീലിംഗ് ആണ്. ഇത് ഹസ്ബൻഡ് ആൻഡ് എനർജിയും അതുപോലെ തന്നെ നിങ്ങളൊരു മാരേജ് എനർജിയിലൊക്കെ എത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി അഫർമേഷൻസ് എഴുതണം കേട്ടോ. നിങ്ങളറിയാതെ അവർ ഹീലായി വരും. അവരും അറിയില്ല, കാരണം അവരത് ചെയ്യാൻ സാധ്യതയില്ല. അവർ ഹീലിംഗ് ഒന്നും അവർക്ക് അറിയില്ലായിരിക്കാം. അപ്പോൾ റൈറ്റ് ഹീലിംഗ് ചെയ്യണം. അവരിലുള്ള നെഗറ്റീവാകുന്ന കാര്യങ്ങളെയെല്ലാം എഴുതിക്കളഞ്ഞ് നിങ്ങൾ അവർക്ക് വേണ്ടി അഫർമേഷൻസും എഴുതണം. റൈറ്റ് ഹീലിംഗും ചെയ്യണം, അഫർമേഷൻസ് എഴുതണം. അവരുടെ ജീവിത പുരോഗതിയെ നമ്മൾ കണ്ട് ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അവരുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമാണ് അവരുടെ ജീവിതം ഇനി അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അത്രത്തോളം പൂർണ്ണമായിട്ടും സമയം വരെ കഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ സ്റ്റാർ എനർജിയാണ്. അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഉള്ളിൽ ചെറിയൊരു പ്രകാശമുണ്ട്, പക്ഷെ അതിനെ നല്ല രീതിയിൽ ഒന്ന് ഉണർത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സിറ്റുവേഷൻസ് അവർ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റാണ് അവരെ തകർത്തത്. കറൻറ്റിലി ഇപ്പോൾ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ ഈ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സൺ ഒരിക്കലും ആരെയും സ്നേഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് നല്ലൊരു പൊസിഷനിൽ നല്ലൊരു പവർഫുള്ളാകുന്ന എനർജിയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് അത് അസാധ്യമാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഹീലായാൽ മാത്രമേ പുറത്ത് കിടക്കണം. ആ ഒരു നെഗറ്റീവാകുന്ന ചിന്തകളുടെ ഒരു കൂടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി കൂട് പൊട്ടിച്ച് പുറത്ത് കടന്നാൽ മാത്രമേ ആ ഒരു പേഴ്സൺ ഒരു സക്സസ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതുപോലെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ വളരെ സൺറൈസിങ് ആയിരുന്നു നിങ്ങളുടെ ബന്ധം.
നിങ്ങളുമായിട്ട് അവരുടെ മുൻ സമയങ്ങളിലെ റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം പവിത്രവും അതുപോലെ സക്സസ് എനർജിയിലും ഹാപ്പിനെസ്സിലൂടെ തന്നെ കടന്നുപോയ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് വളരെയധികം പോസിറ്റിവിറ്റിയാണ് കാണുന്നത്. അതായത് ഏറ്റവും നല്ല, ഏറ്റവും സന്തോഷകരമാകുന്ന, ഏറ്റവും പവർഫുള്ളായിട്ട് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകേണ്ടിയിരുന്ന, അതൊരു ലൈഫ് ലോങ് കണക്റ്റഡായി കടന്നു പോകേണ്ട ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത്. മദർ എനർജി പ്രസൻസ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ചിലർ ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഈ റീഡിങ്സ് കാണുന്നത്. ആ മക്കളുടെയും മദറിൻ്റെയും എനർജി സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ പറയാറില്ലേ, നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ ബേസ് ചെയ്താണ് ഈ റീഡിങ്സ് നിങ്ങൾക്ക് വരുന്നത്. റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രമല്ല കേട്ടോ ടാറോ റീഡിങ്സ് ഉള്ളത്. എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ക്ലാരിറ്റി വരുത്താനും തീരുമാനങ്ങൾ എടുക്കാനും ഉള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ആ ഒരു സംസാര ശൈലിയിൽ ജനറൽ റീഡിങ്സിൽ നമുക്ക് ഇങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ റീഡിങ്സുകൾ അങ്ങനെ എല്ലാവരും കണക്ട് ചെയ്തു പോകുന്നത്. നമുക്ക് എല്ലാ ബന്ധങ്ങളിലും നോക്കാൻ പറ്റും. ഇവിടെ മദർ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിഡോ ലേഡി പ്രസൻസ് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ഇതിനകത്ത് വന്നിട്ടുണ്ട് കർമ്മ ബേസ് ആയിട്ടൊക്കെ ചില ലേഡി പ്രസൻസുകൾ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിലരുടെ ബന്ധങ്ങളിൽ മദർ എനർജിയുടെ പ്രസൻസ് കണക്ട് ചെയ്ത് വന്നതാവാം. ചിലരെ സംബന്ധിച്ച് മറ്റേതെങ്കിലും പുറമേ ഉള്ള ഒരു ഓൾഡ് ലേഡിയുടെ പ്രസൻസ് നിങ്ങളുടെയൊക്കെ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ഒരു കർമ്മ ബേസിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതായത് ഒരു കർമ്മ പോലെ പാസ്റ്റിൽ വളരെ പോസിറ്റീവായിട്ട് വളരെയധികം മതിമറന്ന സന്തോഷത്തോടു കൂടി നിന്ന ബന്ധത്തിൽ ഒരു ഇംബാലൻസിങ് എനർജി വരുത്തിയത് ഒരു പക്ഷേ ഒരു വിഡോയായ ലേഡിയുടെ പ്രസൻസ് ആവാം, അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി ആവാം. അതുമല്ല എങ്കിൽ ഒരു എന്താ പറയുക, ഒരു പൊസിഷൻ, നല്ലൊരു പൊസിഷൻ, ഒരു കമാൻഡിങ് എനർജിയുള്ള കുറച്ചൊക്കെ ഒരു സോഷ്യൽ ഇമേജൊക്കെ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി ആവാം. അങ്ങനെ ഒരു ലേഡി പ്രസൻസിന് നമുക്കിവിടെ ഇതിനകത്തൊരു കർമ്മയായിട്ട് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ മുൻ സമയങ്ങളിൽ കണക്റ്റഡായി വന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ തുടങ്ങിയതാണ് നിങ്ങളുടെ ചീറ്റിംഗ് പ്രസൻസ്, നിങ്ങളുടെ ജീവിതം തകരാൻ തുടങ്ങിയത്, നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു തുടങ്ങിയത്. അപ്പം ഇതിനകത്ത് പാസ്റ്റിൽ തന്നെ നിങ്ങൾക്കിടയിൽ ട്രോമാസ് ആയിരുന്നു കേട്ടോ. നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെ അവർ കൺഫ്യൂഷൻ, ഇത് വേണോ വേണ്ടയോ എന്നുള്ളതും, ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അനുകൂലമായി ഇത് ലൈഫ് ലോങ് എത്തിക്കാൻ പറ്റുമോ, ഇത് പൊരുത്തപ്പെട്ടു പോകുന്നതാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ശരിക്കും പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലായിരുന്നു. ഏറ്റവും പോസിറ്റീവായൊരു ബന്ധമായിരുന്നു. മനസ്സറിഞ്ഞ് അതൊരു സോൾ കണക്ഷൻസ് പോലെ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകാൻ പറ്റുന്ന പ്രിയപ്പെട്ട ഒരു എനർജി തന്നെയായിരുന്നു. പക്ഷേ അതിനിടയിലേക്ക് മറ്റുള്ള സിറ്റുവേഷൻസുകൾ, മറ്റു എനർജികൾ കടന്നു വന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ നേരിടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കർമ്മ നേരിടാൻ തുടങ്ങിയത്. നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ പിന്നിലേക്ക് പോയതായിട്ടാണ് കാരണം. അവരുടെ പാസ്റ്റിലേക്ക് നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം എവിടെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എവിടെയായിരുന്നോ ആ സിറ്റുവേഷൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. നിങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്കൊരു ടോക്സിക്കായി തീർന്നു, മടുപ്പായി തീർന്നു. നിങ്ങളിലെ കുറവുകളും തെറ്റുകളും അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഭയങ്കര ഒരു ഫ്രഷ്യസ് എനർജിയിലായിരുന്നു. നിങ്ങളെ വളരെ ആഴത്തിൽ കണക്ട് ചെയ്ത വ്യക്തി പിന്നീട് മുന്നോട്ടേക്കുള്ള ഒരു യാത്രയിൽ ചിലരുടെ ഇടപെടലുകൾ കാരണം നിങ്ങളുടെ റിലേഷനിനകത്ത് അതൊരു ടോക്സിക്കായി, നിങ്ങളത് ആവശ്യമില്ലാത്തൊരു എനർജിയായി, നിങ്ങൾക്കൊരു കൺട്രോളിങ് വിൽ പവർ എനർജിയിലേക്ക് ബന്ധത്തെ കണക്ട് ചെയ്യാൻ പറ്റാതെയായി, ചീറ്റിംഗ് ഫീലിങ്സിലേക്ക്, മടുപ്പ്, ഇങ്ങനെയുള്ള എനർജികളിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങി. കോണ്ടാക്റ്റ് ഇല്ലാതായി കാണും. നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴും ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ക്ലിയറൻസ് ഇല്ലാതെ എപ്പോഴും ഒരു മറയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, എന്തൊക്കെയോ മറച്ച് സംസാരിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള എനർജികളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു ജസ്റ്റിസായി ഫോക്കസ് ചെയ്തിരുന്നിടത്ത് ഒരു ബാഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ബന്ധം വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് തന്നെയാണ് പാസ്റ്റും പോയത് കേട്ടോ. അപ്പം നിങ്ങളുടെ ബന്ധത്തിലേക്ക് ടോട്ടലി നോക്കുമ്പം പാസ്റ്റിലാണെങ്കിലും പ്രസൻറ്റിൽ തീരെ ഇപ്പോൾ അവർക്കൊരു ഇമോഷൻസും ഇല്ല കേട്ടോ. അവർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്, കുറ്റബോധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ വന്ന ആ ഒരു ബ്ലോക്കേജാണ്.
പാസ്റ്റിലേക്ക് നോക്കുമ്പം ആ ഒരു കുറച്ച് സമയമേ നിങ്ങൾക്ക് തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന് സന്തോഷകരമാകുന്ന ഒരു ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തേക്ക് മറ്റുള്ളവരുടെ പ്രവേശനം, മറ്റുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ തേർഡ് സിറ്റുവേഷൻസിൻ്റെ കടന്നുവരവ് ശരിക്കും നിങ്ങളുടെ ബന്ധത്തെ പാസ്റ്റിൽ തന്നെ ബാധിച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. കൺഫ്യൂസ്ഡ് ആണ്. ഇവരുടെ നമുക്ക് ഡിവൈൻ നൽകുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അവരുടെ ഹൈഡ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ ചിലരെ സംബന്ധിച്ച് സിംഗിൾ എനർജിയിലുള്ളവർ മാര്യേജിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്ക്, ഒരു സെക്കൻഡ് സിറ്റുവേഷൻസിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം കാണുന്നുണ്ട്. അതവർ വല്ലാതെ സ്ട്രെസ് എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ അവരെ പുഷ് ചെയ്യുന്നുണ്ടാവാം അവരുടെ ഫാമിലി എനർജി, പ്ലസ് അവർക്ക് എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ടാവാം, പ്രശ്നങ്ങൾ എന്തൊക്കെയോ അവരുടെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരെ സംബന്ധിച്ച് ഹൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്കൊരു മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ട്രാവലിംഗ് ആണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അതായത് ഒരു പക്ഷേ നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളൊരു തോന്നലിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അവരതിൽ നിന്ന് പുറത്ത് കടന്ന് വലിയ ബഹളങ്ങളില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയണമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴും അവരെ സംബന്ധിച്ച് നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അവർ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നവർ മുഖം തിരിച്ചു പോകുന്നവരിപ്പം ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവാം. ചിലർ ലോങ് ഡിസ്റ്റൻസിലേക്ക് കറൻറ്റ്ലി ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം നിങ്ങളോട് പറയാതെ. അതല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഗൈഡൻസ്, അവർക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികളുടെ ഗൈഡൻസിനനുസരിച്ച് അവർ മറ്റൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ മറ്റൊരു ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഉറപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും ആവാം. അവരിൽ ശക്തമാകുന്ന ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റം എന്താണെന്നുള്ളതും നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൻ്റെ എനർജി കാണുന്നുണ്ട്. അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ചില ആഗ്രഹങ്ങളെ ത്യജിച്ച് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഫാമിലിയുടെ ആ ഒരു നെയിം ആൻഡ് ഫെയിം എനർജിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും ഒരു പോസിറ്റീവാണ്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് അവരുടെ സമയം അവർക്കൊരു ഈഗോ എനർജിയാണ്. ചിലരുടെ പതനങ്ങൾ ഈഗോ കടന്നു വരും അല്ലേ. ചിലരുടെ വീഴ്ചകൾക്ക് കാരണമായിട്ട് കാലം ചില കാര്യങ്ങൾ ചെയ്തു വെക്കുമല്ലോ. കാലം നമ്മളെ ഒന്ന് വീഴ്ത്തണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളിൽ ചില കാര്യങ്ങൾ എടുത്തു മാറ്റപ്പെടും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ദേഷ്യം, ഈഗോ, അതുപോലെ ലജ്ജ നഷ്ടപ്പെടുക, നമ്മളെവിടെയോ എന്താ പറയണതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്ന് പെടുത്തിക്കളയും, കാലം കളിക്കാനിറങ്ങും. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ കർമ്മ ബേസിൽ കാലം അവരെ വല്ലാത്തൊരവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതെല്ലാം അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരിലുണ്ടാകുന്ന പ്രതിഭാസങ്ങൾ, അവർ അറിയാതെ അവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാതെ അവർ ആ ഒരു ഈഗോ എനർജിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു നിരാശയുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഇത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നോക്കുമ്പം മാര്യേജിനെ സംബന്ധിച്ചുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു പക്ഷേ അത് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതിന് കുറ്റബോധമുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കിയതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയതിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അതൊക്കെ അവരൊന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു കുറ്റബോധം, പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ഒരു കുറ്റബോധം ഫീലിങ്സ് ഉണ്ട് കേട്ടോ. അതൊരു പക്ഷേ ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റാത്ത വിധമാണ്. ഇതിനകത്ത് ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഉടനെ ബ്ലോക്കൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു ന്യൂ ബിഗിനിങ് ചിലരുടെ എനർജിയിൽ കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത്.